ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സയൻസ് കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ഒരു പഴയകാല വിഭവമാണ്. മണ്ട എന്ന് പറയും. നമ്മളിത് സ്വതവേ വീട്ടിൽ തയ്യാറാക്കാറുണ്ടാവാറില്ല. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടാണ് ഇത് കഴിക്കാറ്. അപ്പോൾ നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെയുള്ളൊരു സ്റ്റെപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനുമുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ അടുത്ത് മണ്ടപ്പൊടി ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സാമ്പിൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെയാണ് മണ്ടപ്പൊടി ഇരിക്കുന്നത്. നമുക്ക് റവ വെച്ചിട്ടും അരി വെച്ചിട്ടും മണ്ടപ്പൊടി തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ അരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് അരി വെച്ചിട്ടുള്ളതാണ് കൂടുതൽ ഇഷ്ടം. ഇനി റവ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഈസി ആയിരിക്കും. റവയേക്കാളും പക്ഷേ നല്ലത് അരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇവിടെ ചെറിയൊരു മെഷർമെൻറ്റിൽ നിങ്ങൾക്ക് സാമ്പിൾ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇതിനായിട്ടൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഏലക്കായ, 2 ഗ്രാമ്പു, 2 ചെറിയ പീസ് പട്ട, 2 പീസ് ഗ്രാമ്പു, ഈ 3 സാധനങ്ങൾ ഇട്ടിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഏലക്കായയുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി കൂട്ടാം, കൂടുതലൊരു ഫ്ലേവർ വരും. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്നും മാറ്റാം. ഒരുപാട് സമയം റോസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി ഒരു സ്മെല്ല് വരുന്ന ഒരു സമയം വരെ വെച്ചാൽ മതി. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 1/4 കപ്പ് റൈസ് വെച്ചിട്ട് ഉള്ളൊരു മെഷർമെൻറ്റാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ അളവിലെടുക്കുകയാണെങ്കിൽ എല്ലാ അളവുകളും മാറ്റിയെടുക്കണം. അരി നന്നായിട്ട് വറന്ന് വരുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കുക, ഇളക്കിക്കൊണ്ട് വറുത്തെടുക്കുക. ഇതിങ്ങനെ പൊട്ടി വരും, ആ ഒരു സമയം വരെ വറുക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ നല്ലത് വെള്ളക്കുറുവ അരിയാണ്. ഇപ്പം ഞാൻ സാധാരണ ചോറ് വെക്കുന്ന അരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ വെള്ളക്കുറുവ അരി കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യലായിരിക്കും കൂടുതൽ നല്ലത്. അതായിരിക്കും കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് വരിക. ഇപ്പോൾ ഈ അരി തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ട് ഒന്ന് ചൂടാറി വന്ന ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നല്ല പൗഡറാക്കി പൊടിച്ചെടുക്കുക. നല്ല പൗഡറാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടി ഈ ഒരു പാത്രം അടുപ്പിൽ വെക്കാം. ഞാൻ ഈ പാത്രം ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. ഗീയുടെ നല്ലൊരു ഫ്ലേവറാണ് ഇതിന് വരിക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. പറഞ്ഞ പോലെ ഞാനിത് ചെറിയ മെഷർമെൻറ്റിലാണ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളത് കൊണ്ട് എനിക്കിപ്പോൾ ഒരുപാട് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കുറച്ച് മാത്രം കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറുത്ത മുന്തിരി, ഇല്ലെങ്കിൽ ബ്രൗൺ ആയാലും കുഴപ്പമില്ല, ഇട്ടിട്ടൊന്ന് വറുത്ത് കോരി വെക്കുക. ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഗ്രാമ്പു, പട്ട, ഏലക്ക ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് RKGയിലേക്ക് ഇട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള റൈസ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ഡബിൾ സൈസിൽ എടുക്കാനാണ് പറയാറ്. ഇപ്പോൾ 1 കിലോന് 2 കിലോ പഞ്ചസാര എന്നുള്ള പാകത്തിനാണ് പറയുക. പക്ഷേ ഞാനിപ്പോൾ 1/4 കപ്പ് അരിക്ക് 1/4 കപ്പിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മാത്രമേ കൂട്ടിയെടുത്തിട്ടുള്ളൂ. ഒരുപാട് മധുരം ഓവറാവണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടിയെടുക്കാം. ഇപ്പോൾ ഏകദേശം 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മണ്ടപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മണ്ടയുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതൊന്ന് ചൂടാറിക്കോട്ടെ. നമുക്കിതിലേക്കുള്ള തോല് തയ്യാറാക്കണം. ഇതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് ഒരു മാവ് രൂപത്തിൽ കുഴച്ചെടുക്കുക. നമ്മൾ സമൂസ, സ്പ്രിംഗ് റോളിനൊക്കെ തയ്യാറാക്കുന്ന സെയിം ഷീറ്റ് തന്നെയാണ് ഇതിനും വേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം.
അപ്പം ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഞാൻ എല്ലാ ബോളും ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ആദ്യം ഒരു പൂരിയുടെ സൈസിൽ പരത്തിയെടുക്കാം. എല്ലാ ബോളും ഇതേപോലെ ഒരു പൂരിയുടെ സൈസിൽ പരത്തിയെടുക്കാം. ഇനി പരത്തി വെച്ചിട്ടുള്ളതെല്ലാം നമുക്കൊരു ലെയറായിട്ട് സെറ്റ് ചെയ്യാം. ഏകദേശം 5 എണ്ണം വരെ നമുക്ക് ലെയറാക്കി വെക്കാം ഒന്നിൽ. ആദ്യം ഒരു ഷീറ്റിൻ്റെ മേലെ നമ്മൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തുന്ന രീതിയിൽ തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അടന്ന് വരില്ല. അതുകൊണ്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തിക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടി തൂക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ വെക്കുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഞാനൊരു 5 ലെയർ വെക്കുന്നുണ്ട്. 9 ഷീറ്റാണ് മൊത്തത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ആദ്യത്തിൽ 5 പിന്നത്തതിൽ 4 ആയിട്ടാണ് വെക്കുന്നത്. 5 എണ്ണം വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നൈസാക്കി പരത്തിയെടുക്കുക. എല്ലാ ഭാഗത്തും ഒരേപോലെ പരത്തിയെടുക്കുക. നല്ല വട്ടത്തിൽ പരത്തിയെടുക്കാം. ഇനി അടിഭാഗത്തുള്ളത് ഒന്ന് തിരിച്ചിട്ടിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഒരേ ലെവലിലായി കിട്ടും. ഞാൻ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു താവ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ഒരു വശം ആയതിനു ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ആയിട്ടില്ല, ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ടിട്ട് നമ്മൾ ആദ്യത്തെ ലെയർ ഇതുപോലെ അടന്ന് വരും. ഇതുപോലെ എല്ലാ തൊലിയും ഇതിൽ നിന്ന് നീക്കിയെടുക്കാം. ഇങ്ങനെ 1 by 1 ആയിട്ട് ചെയ്യുക. തിരിച്ച് മറിച്ചു വിട്ടിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് സമൂസയുടെയൊക്കെ ഷീറ്റ് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം വീട്ടിൽ. ഇപ്പോൾ മുഴുവൻ ഷീറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഷീറ്റ് മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. അതിനായിട്ട് നല്ല ലെവലാക്കി എല്ലാ ഷീറ്റും അട്ടിയായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് അട്ടിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ സൈഡ് ഭാഗം ആദ്യം ഒന്ന് റിമൂവ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര സൈസിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരുപാട് വലുപ്പത്തിലല്ല ചെയ്യുന്നത്. ഒരുപാട് വലുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഷീറ്റിനെ 2 പാർട്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇത് ചെറുതായിട്ട് ചെയ്യുന്നത് കൊണ്ട് 3 പാർട്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ശ്രദ്ധാപൂർവം നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ഗമ്മ് തയ്യാറാക്കണം. ഇതിനായിട്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മളൊരു ഒട്ടുന്നൊരു പരിവാകുന്നത് വരെ ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവേണ്ടത്. ഇനി ഷീറ്റ് ഇതേപോലെ ഒന്ന് റോൾ ചെയ്യാം. ഇതിൻ്റെ എൻഡ് ഭാഗത്ത് കുറച്ച് ഗമ്മ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ സമൂസക്ക് തയ്യാറാക്കുന്ന പോലെയല്ല. സമൂസക്ക് നമ്മൾ എൻഡിൽ കുറച്ച് ബാക്കി വെക്കാറുണ്ട്. പക്ഷേ നമ്മൾ അതുപോലെയല്ല ഇത് ചെയ്യേണ്ടത്. ഇത് എൻഡ് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. പട്ടയും ഗ്രാമ്പും ഇലക്കൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണ് ഇതിന് വരിക. ഈ ഒരു പൊടിക്ക് ഓവറായിട്ട് വെച്ച് കൊടുക്കണ്ട. അപ്പോൾ നമുക്കിത് ചുറ്റിയെടുക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടാവും.
ഇതിൻ്റെ എൻഡ് ഭാഗത്ത് ഇതേപോലെ മൈദ തേച്ച് കൊടുത്ത ശേഷം ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇത് ഒട്ടിക്കുന്ന സമയത്ത് ഒരുപാട് അട്ടിയായിട്ട് ചെയ്യരുത്, കാരണം ഉൾഭാഗം പിന്നെ ക്രിസ്പി ആവാതെ ആകും. അതുകൊണ്ട് നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റ ലെയറായിട്ട് തന്നെ ചെയ്യുക. ഇനി എൻഡ് കുറേ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ എൻഡൊക്കെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഒരുപാട് ലെയേഴ്സായിട്ട് വരുന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മണ്ടൊക്കെ ഞാനിവിടെ റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം കരിയും, പക്ഷേ ഉള്ളിൽ ക്രിസ്പിയായി വരില്ല. അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം എടുത്ത് ഫ്രൈ ചെയ്യാം. അപ്പോഴായിരിക്കും ഇത് കറക്റ്റ് പാകമായി വരുന്നത്. ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ക്രിസ്പിയായി കിട്ടില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മണ്ട എല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്, നല്ല ഹാർഡായിട്ട് തന്നെയാണ് ഇത് ഉണ്ടാവുക. നമ്മളിത് കുത്തി പൊട്ടിച്ചിട്ടൊക്കെയാണ് സെർവ് ചെയ്യുന്നത്. ഇത് പഴം കൂട്ടി കുഴച്ച് തിന്നുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. നല്ല ഹാർഡായിട്ട് ഉള്ളിൽ നല്ല പൊടിയായിട്ടും കിട്ടിയിട്ടുണ്ട്. ആ ഒരു പരുവത്തിൽ തന്നെയാണ് വേണ്ടത്.